അതെ ഗൈസ്, അറ്റ്ലാസ് PPPP ചാനൽ ഞാൻ ഓണാക്കിയിരിക്കുകയാണ്. ഇതിനകത്തായിരിക്കും നമ്മുടെ അനിമെ റിലേറ്റഡും വേറെ കുറെ ടൈപ്പിലുള്ള കണ്ടന്റ്സ് വരാൻ പോകുന്നത്. വെയിറ്റ് ഫോർ ദാറ്റ്. പക്ഷെ ഇത് ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ദുബായി പോയിട്ട് വന്നപ്പോൾ ഷാസലിന് എനിക്ക് ഗിഫ്റ്റ് തന്നതും ഞാൻ വാങ്ങിയതുമായ എന്റെ എല്ലാ വൺ പീസ് ആക്ഷൻ ഫിഗേഴ്സും അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മുടെ സ്വന്തം നീക്കോ റോബിൻ ഇരിപ്പുണ്ട്, ഇവിടെ ഫ്രാങ്കി ഇരിപ്പുണ്ട്, ഇവിടെ ഷാസ് എനിക്ക് തന്ന ഗോയിങ് മരി അല്ല, നമ്മുടെ സണിഗോ 1000 സണ്ണി ഇരിപ്പുണ്ട്, നാമി ചാൻ നടുക്കിരിപ്പുണ്ട്, ബോവ ഹാൻകോക്ക് സൈഡിലിരിപ്പുണ്ട്. അപ്പോ ഈ ചാനൽ ഇതുപോലുള്ള റാൻഡം വീഡിയോസുമായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. ഇത് നിങ്ങൾക്കുള്ളതാണ്. വൺ പീസ് റിലേറ്റഡ് സാധനമാണ് കിട്ടുമ്പോ. ഇത് ആദ്യ ആരത്തപ്പം നമ്മുടെ സ്വന്തം ഷിപ്രൈറ്റ് ഫ്രാങ്കിയാണ് ഗൈസ് ആദ്യം വന്നിരിക്കുന്നത്. ഈ ചാനൽ കുറെ നാളായിട്ട് വെറുതെ കിടക്കുകയാണ്. ഞാനിത് റിയാക്ഷൻ ചാനലായിട്ട് തുടങ്ങിയതാണ്. ബട്ട് ഞാൻ അത്ര നല്ലൊരു റിയാക്ടർ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ മെയിൻ ചാനലിൽ ഹ്യൂജ് ക്രൗഡിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇതിന്റെ അകത്ത് ചെയ്യുന്നതായിരിക്കും. വേറെ പല ഐറ്റങ്ങളൊക്കെ ഉണ്ട് എന്റെ മൈൻഡിൽ, അതൊക്കെ വരട്ടെ. ബട്ട് ആദ്യം നമുക്ക് ഫ്രാങ്കിയെ നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. നോക്കിയാണ് ഫ്രാങ്കിയുടെ ബോക്സ്. ഇത് വൺ പീസ് ഫിലിം റെഡിനകത്തുള്ള ഫ്രാങ്കിയുടെ ലുക്കാണ്. കിണ്ണം കോച്ച് മുടിയൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് ഇതിന്റെ ബാക്കില് അതിൻ്റെ അകത്ത് 1000 സണ്ണിയുടെ ഒരു ചെറിയൊരു ക്യാരക്ടറായിട്ടും വരണുണ്ട്. അപ്പൊ അതും ഇതിൻ്റെ അകത്തുണ്ട്. വൺ പീസ് ഫാൻസിന് ഫ്രാങ്കിയെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം ഫ്രാങ്കി ഒരു കിടിലുണ്ട്. ഇതാണ് ഇതിന്റെ അകത്തുള്ള, ഇതിന്റെ അകത്തുനിന്ന്. ഓക്കെ, ആദ്യം ഇത് നല്ല കനമുണ്ട് കേട്ടോ. ഫ്രാങ്കിയുടെ ആക്ഷൻ ഫിഗറിന് ഇതിന് 179 ദിർഹമാണ്. 179 ദിർഹം എന്ന് പറയുമ്പം കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു വിടാം. ചെറുപ്പന്മാർക്ക് പണിയില്ലാതിരിക്കുകയാണ്. മാസ് ബോഡി കഴിച്ചത്. BF ബാറ്റിൽ ഫ്രാങ്കി 37 എന്ന് നെഞ്ചിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. താണ്ട ഫ്രാങ്കിയുടെ ആപ്സ് ഒക്കെ നോക്കിയാണ് കട്ടാക്കിയിരിക്കുന്നത്. കൈ വെക്കാനുള്ള 2 സ്ലോട്ട് ഉണ്ട്, തല വെക്കാനായിട്ടുള്ളതുണ്ട്. പിന്നെ അടിയിൽ അണ്ടർവെയർ ഒക്കെ ഇട്ടിട്ടുണ്ട്. അളിയെ നല്ല രസമുണ്ട്. ഫ്രാങ്കിയുടെ പ്ലാറ്റ്ഫോം, ഇത് ഫ്രാങ്കി ഇരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇത് ഫ്രാങ്കി ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് നോക്കാം. എന്റെ മോനെ, കൊച്ചിലേക്ക് ഉണ്ടല്ലോ ഗൈസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ അൺബോക്സ് ചെയ്യണതായിട്ട്. തല ഞാൻ എടുത്തു. തല നമുക്ക് ലാസ്റ്റ് വെക്കാം. കൈ എടുക്കട്ടെ. വൺ പീസ് ഫാൻസ് ഒരുപാടുണ്ടെന്നാണ് എന്റെ വിശ്വാസം കേരളത്തിൽ. ഇനിയിപ്പോ ഇത് ഈ വീഡിയോ വൺ പീസ് ഫാൻസ് എത്തിപ്പൂരെ കാണണമെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇതൊക്കെ അൺബോക്സ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. എന്തൊരിത്, കുറെ ഉണ്ടല്ലോ ഈ സാധനം. പ്ലാസ്റ്റർ ഇട്ട കൈ ഒരു പോലുണ്ട്. ഏറ്റവും പൊന്നിയ കയ്യിലൊക്കെ ഒരു ഡീറ്റെയിലിംഗ് നോക്കണേ ഗൈസ് നിങ്ങള്. എന്റെ മോനെ, ഇത് വലത്തെ കൈയാണെന്നോ? വലതും ഇടതും എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? ഓക്കെ സെറ്റ്. ഒരു കൈ കയറിയിരിക്കുന്നു. ഫ്രാങ്കിക്ക് ഇങ്ങനെയാണെങ്കിൽ ബോവ ഹാങ്കോക്ക് വരുമ്പോ എന്റെ മരണം നിങ്ങൾക്ക് കാണാം ഗൈസ്. തല വെക്കണേ. അത് വേറെ എന്തൊരു ട്യൂണായിപ്പോ. എന്തൊരു ഭംഗി കഴിച്ചത്. ഹലോ ഫ്രാങ്കി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല സാധനം കേട്ടോ ഗൈസ്. ഓക്കെ, ഫ്രാങ്കിയെ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചേക്കാം. തൽക്കാലം ഫ്രാങ്കി ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി ഒരു ഫീമെയിൽ ക്യാരക്ടർ അൺബോക്സ് ചെയ്യാം. എന്റെ കയ്യിലെ കളക്ഷനിൽ ഇല്ലായിരുന്ന 2 പേരാണ്. ഒന്ന് ഫ്രാങ്കിയും ഒന്ന് നമ്മുടെ സ്വന്തം നീക്കോ റോബിനും. നീക്കോ റോബിൻ അൽ സെക്സി ഡ്രസ്സിലാണ് ഗൈസ്. നിക്കോ റോബിൻ എത്തിപ്പൂരമുള്ളൂ കേട്ടോ ഈ സാധനങ്ങൾ. ഇത് ഈ നിക്കോ റോബിൻ സ്ഥിരമായി വാള് യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല. ബട്ട് ആ മൂവിക്കകത്ത് റോബിന്റെ ഔട്ട്ഫിറ്റിൽ വാള് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൺ പീസ് റെഡ് വൺ പീസ് ഫിലിംസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിം ഒന്നും അല്ല, കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഷാങ്സിനെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരിതുണ്ട്. എന്തൊരു ലുക്ക് ഗൈസ് റോബിൻ. നോക്കിയാണ് പിള്ളേരെ, എന്തൊരു രസം റോബിനെ കാണാൻ. റോബിന്റെ ജാക്കറ്റിന്റെ ബാക്ക് നോക്കിയാണ്. ഇത് വേറെ ലുക്ക് കേട്ടാ. നിക്കോ റോബിന്റെ വേറെ തന്നെ ഒരു ലുക്കാണ്. റോബിൻ സ്വാന്റെ കൂടെ നാമി സ്വാൻ. അയ്യോ സോറി.
നാമിയെ റോബിനെ എടുത്ത് നോക്കുകയാണെങ്കിലുണ്ടല്ലോ ഗൈസ് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ചോയ്സ് ആണ്. നാമിയാണോ റോബിനാണോ ഇഷ്ടം? നിങ്ങൾ നാമി ഫാനാണോ റോബിൻ ഫാനാണോ? പേഴ്സണലി എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. ബേസിക്കലി ബോവ ഹാൻകോക്കിന്റെ ഫാനാണ് ഞാൻ. നാമിയും റോബിനും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ഗൈസ്. അയ്യോ, ഞാൻ റോബിന് വാള് കൊടുത്തില്ല. ഇതെവിടെ എങ്ങനെ വെക്കൂടെ? ഇവിടെ ആയിരിക്കും വാള് പറഞ്ഞത്. കണ്ടാ ഇപ്പൊ സെറ്റായി റോബിൻ. പൊളിച്ചു നിൽക്കാം. ഓക്കെ, നാമി ഇങ്ങനെയാണ് ഇരിക്കണം. നാമി ഒരു ഫ്രോക്കൊക്കെ ഇട്ട് സ്കർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. നാമി അൺബോക്സ് ആം. ഓടിവാ നാമി, ആടിവാ നാമി, ആയിരം പൂക്കൾ നാമി. നാമിയുടെ വാള് എവിടെ ഇരിക്കണം? ബേസിക്കലി ആ വൺ പീസ് റെഡിനകത്ത് ഫുൾ ക്രൂവിനും വാള് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓടാ സെൻസെ, നമ്മുടെ ഓടെ അല്ല, ഓടെ എന്ന് പറഞ്ഞ പേരാണ്. നാമിയുടെ ചന്തിക്കാണല്ലോ വാള് വയ്ക്കുന്നത്. ഇതെന്തിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണത്? ഫ്രണ്ടിൽ അങ്ങനെ വെച്ചൂടെ? പ്രാക്ടിക്കലി ഇവിടെ നൂരാൻ പാടല്ലേ ഗൈസ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നോക്കിയാണ് ഗൈസ് അവളുടെ ഔട്ട്ഫിറ്റ്. നല്ല രസമുണ്ടല്ലേ? എന്റെ പൊന്നേ, കിട്ടില്ല ലുക്ക് കേട്ടാ നാമി. വെൽക്കം ടു ദ ക്ലബ് നാമി സ്വാൻ. ഇവിടെ ശരിക്കും പറഞ്ഞോണ്ടല്ലോ ഗൈസ്, എന്തൊരു ഡീറ്റെയിലിങ്. നാമിയുടെ ഒക്കെ കണ്ണ് നോക്കിയാണ്, കണ്ണ് കാണാമെന്ന് അറിഞ്ഞൂടാ. ഇതൊരു ഡീറ്റെയിലിംഗ് ആണേ ഇതിന്. ആ സ്കർട്ടിന്റെ ഒക്കെ ഡീറ്റെയിലിംഗ് നോക്കണേ. ഇതൊക്കെ എല്ലാവരും 200 ദിർഹത്തിനകത്തുള്ളതാണ് കേട്ടോ, പക്ഷെ റിയലി വർത്ത് ഇറ്റ്. ഇനി ദ സ്റ്റാർ ഓഫ് ദ ഷോ, the pirate empress herself, the one and only Boa Hancock. Perfect ഫീമെയിൽ ചാം ഫ്രം ടോപ്പ് ടു ബോട്ടം. എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഷാസ് ഇത് കിണോക്കുണിയ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് 149 ദിർഹമാണ്. പക്ഷെ അത് വെർത്താണ് ഗൈസ്. ബോവ ഹാൻകോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡാണ്. പുള്ളിക്കാരിയുടെ ആ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, നാമിയുടെ ബാക്ക് സ്റ്റോറിയിൽ നാമിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. റോബിന്റെ ബാക്ക് സ്റ്റോറിയിൽ റോബിന് ഒരുപാട് ബുദ്ധിമുട്ട്, കംപ്ലീറ്റ് കുലം തന്നെ അവന്മാർ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ബോയുടെ ബാക്ക് സ്റ്റോറിയിൽ ബോയെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് പിടിച്ചോണ്ട് പോണതായിട്ടാണ്. പക്ഷെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് പിടിച്ചോണ്ട് പോയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് ബോയെ വെച്ചിട്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് ഊഹിച്ചെടുക്കാനുള്ള കാര്യമുള്ളൂ. ഒരു വീഡിയോ ആക്ച്വലി ഒരു ബോയുടെ മെന്റൽ സൈക്കി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ കിട്ടുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതില് ബോയുടെ ഒരു ക്യാരക്ടർ അനാലിസിസ് അംഗീകരിച്ച് ആ ഒരു പെണ്ണാണെന്ന് ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മള് എംപത്തൈസ് ചെയ്തു പോകും ബോയായിട്ട്. ഇവർ രണ്ടുപേരും മോശമാണെന്നല്ല കേട്ടോ, പക്ഷെ ബോവ ഈസ് ഇൻ എ ഹോൾ അനദർ ലീഗ്. അമ്മാതിരി പവർഫുൾ ക്യാരക്ടറും അല്ലേ ഗൈസ്. വാർലോഡാണ്. ഇപ്പൊ വാർലോഡെന്ന് എടുത്ത് കളഞ്ഞ്, ഐ മീൻ ലാസ്റ്റ് ഞാൻ കാണുമ്പോ ബ്ലാക്ക് ബിയേർഡ് വന്ന് ആമസോൺ ലില്ലിയിൽ കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ലാസ്റ്റ് ആയിട്ട് ഞാൻ ബോവ ഹാൻകോക്കിനെ കാണുന്നത്. നമ്മുടെ കോബിയൊക്കെ അവിടെ വന്നിട്ട് അലമുണ്ടാക്കണത്. എന്തൊരു ലുക്കാണ് എന്റെ പൊന്നെ അമ്മച്ചിയെ. ഷാസളിയ ഒരു വലിയ താങ്ക് യൂടാ. നീ എന്റെ മനസ്സറിഞ്ഞ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണിത്. വൺ പീസിലെ ക്യാരക്ടേഴ്സിന്റെ എല്ലാം ഗുണമെന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര വെൽ റിട്ടൺ ബാക്ക് സ്റ്റോറി ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ഓരോരുത്തരും. എന്റെ ബോവ ഹാൻകോക്കെ, ശരിക്കും നീ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ കല്ലായിട്ട് ഇവിടെ ഇരുന്നത്. കാരണം ഞാൻ ലൂഫി അല്ലല്ലോ, ഞാൻ പ്രേമത്തിലായി പോകും. ബൈ ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ കൂടെ പോയി തൽക്കാലം നിൽക്കൂ. ഞാൻ അപ്പോഴത്തേക്ക് നമ്മുടെ 1000 സണ്ണി അൺബോക്സ് ചെയ്യട്ടെ. ഓക്കെ, ഇനി നമ്മുടെ ദ വൺ ആൻഡ് ഓൺലി 1000 സണ്ണി ഗോയും കൂടെ ഞാൻ അൺബോക്സ് ചെയ്യട്ടെ ഗൈസ്. എന്നാലും ഷാസൻ നീ ഇതിങ്ങനെ കണ്ടുപിടിച്ചോ ഗൈസ്. ഈ 1000 സണ്ണി, ബോവ ഹാൻകോക്ക്, റോബിൻ, ഫ്രാങ്ക്, ഇതൊക്കെ ഭയങ്കര റെയർ പീസുകളാണ്. ഇതിന് നാമി വരെ നമ്മുടെ കേരളത്തിൽ ഒന്നും കിട്ടത്തുപോലുമില്ല. അത് എനിക്ക് എന്റെ ആദ്യത്തെ നാമിയുടെ മറ്റേ ബേറ്റിംഗ് ഷൂട്ടിൽ കിടക്കണ ഇങ്ങനെ ഒരു ഫിഗർ വാങ്ങിച്ചെന്ന ശരണിയാണ്. അത് അവള് തായ്ലൻഡിൽ പോയപ്പോ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് റോബിനെ വാങ്ങിച്ചതിനുണ്ടായിരുന്നു. പക്ഷെ അത് റോബിൻ ആണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. പക്ഷെ സെക്സിയാണ് ആക്ഷൻ ഫിഗർ. അത് വീട്ടിൽ ഇരിപ്പുണ്ട്, അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. നോക്കണേ, കുറെ ഉണ്ടല്ലോ ഗൈസ് ഇത്. ഉമ്മച്ചി, ഒയ്യോ കുറെ ഉണ്ട് ഗൈസ്. ഇത് എന്തിനൊക്കെ എവിടെയൊക്കെ വെക്കും ഞാൻ. എന്റെ പൊന്നെ വൺ പീസ് ഫാൻസ് ഒക്കെ ഇത് കാണുകയാണെങ്കിൽ ഗൈസ്, എന്റെ ഈ ഫീലിംഗ് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോ ഇവിടെ ഡോർ 1ഉം ഇവിടെ ഡോർ 3ഉം ആണ് എന്നേക്കണത്. ഇത് ബേസിക്കലി
ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് കറങ്ങിയിട്ട് ഇത് തുറക്കുമ്പോൾ ഇവിടെ ഒരു വീല് ഫ്രാങ്കി സ്പിൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് കറങ്ങി ഓരോന്നിനകത്തും ഓരോ സാധനങ്ങളാണ് വരണത്. ചെറിയൊരു പൂള് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ഒരു നമ്മുടെ പഴയ നാമി സ്കൈ ഐലൻഡിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്ന മറ്റേ വാട്ടറിൽ വെള്ളത്തിൽ ഓടിക്കണ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ ഫ്രാങ്കി തല വെച്ചൊരു കുതിരയുടെ സാധനമാക്കും. അത് ഇതിൻ്റെ അകത്തുനിന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ സബ്മറൈൻ ഇതിൻ്റെ അകത്തുനിന്നാണ് പറഞ്ഞത്. ബേസിക്കലി ഈ സ്ഥലത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ വരാറുണ്ട്. ആദ്യം തന്നെ മാസ്ക് വെച്ച് കൊടുക്കാം. ഓ രസം. ഓ മൈ ഗോഡ്. ഇതാണ് ക്രോസ് നെസ്റ്റ്. ഇവിടെയാണ് സോറോ ഹാങ് ഔട്ട് ചെയ്യാറുള്ളത്. ഇത് മറന്നുപോയല്ലോ കേസ്. ഇത് എവിടെ കുത്തിക്കയറ്റും? ഇവിടെ എങ്ങാണ്ടാണ് മോൻ്റെ സ്പോട്ട്. സത്യം പറഞ്ഞിട്ടുള്ള ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാർത്തിക്, ഐ മീൻ അനിമയെ കണ്ടു തുടങ്ങുന്ന വൺ പീസിന്റെ കാർട്ടൂൺ നെറ്റ്വർക്കിൽ വന്ന സമയത്ത് അന്ന് അർലോങ് പാർക്ക് വരെ ആയിരുന്നു ടിവിയിൽ കാണിച്ചോണ്ടിരുന്നത്. ആ കാർത്തിക് ഇതെങ്ങാനും കാണുന്നുണ്ടെങ്കിലുണ്ടല്ലോ മുത്തേ, യു ഹാവ് കം എ ലോങ് വേ. അന്നത്തെ സ്വപ്നങ്ങളൊക്കെ ഇപ്പൊ സാക്ഷാത്കരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് തബല പഠിച്ചോണ്ടിരുന്ന സമയമാണ് കേസ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തബല ക്ലാസ്സിനൊക്കെ ഞാൻ പൊക്കോണ്ടിരുന്ന സമയമാണ്. ഞായറാഴ്ച ശനിയാഴ്ച തബല ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ ഇരിക്കുമായിരുന്നു. കാരണം രാവിലെ 9 മണിക്ക് 10 മണിക്ക് കാണാണ് ഇത് ടിവിയിൽ വന്നുകൊണ്ടിരുന്നത്. ഡ്രാഗൺ ബോൾസി ഉണ്ടായിരുന്നു, അന്ന് വരുമായിരുന്നു. അനിമാക്സ് ഒക്കെ വരുന്നതിന് കുറച്ച് നാൾ മുന്നത്തെ കാര്യമാണ് ഞാൻ പറയണത്. എത്ര വർഷം, എത്ര കൊല്ലമായി അവിടായിട്ടുള്ളൊരു ഫോളോവറായിട്ട് അന്ന് നിൽക്കുന്നു. ഞാൻ എൻ്റെ കോളേജിൽ ഫസ്റ്റ് ഇയർ കയറുന്ന സമയത്താണ് ഡൽഹിയിൽ 2011 12 ആണ് ടൈം സ്കിപ്പ് കഴിഞ്ഞിട്ടുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ വരവ് മാങ്കയിൽ വരുന്നത്. അപ്പൊ അന്ന് ആ മാങ്കയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്ന് റെഡിറ്റിൽ പോയതിന്റെ ലീക്കും നോക്കി, അവിടെ ഇവിടെയൊക്കെ നോക്കി. എനിക്ക് എന്നിട്ട് ആദ്യം സോറോ വരണ ആ സീന് മാങ്കയിൽ വായിച്ചപ്പോഴത്തേക്കും കാരണം നമ്മൾ അത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന സ്ട്രോ ഹാറ്റ്സ് മാറി ടൈം സ്കിപ്പ് കഴിഞ്ഞപ്പോൾ വേറെ സ്ട്രോ ഹാറ്റ്സ് അല്ലേ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അന്ന് അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ സമയമൊക്കെ. അത് കഴിഞ്ഞ് ഇപ്പൊ എവിടെ എത്തി നിൽക്കണം നമ്മള്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ വായിച്ച ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നു ഗൊറോസൈ എന്നല്ലേ പറയണം, മറ്റേ കിളവൻ സ്പൈഡറിനെ പോലെ വന്നിട്ട് എന്തോ ഒരു ഭീമാകാര സത്വത്തെ സമൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. മറ്റേ വലിയ ഇടിമിന്നലൊക്കെ വേണം. ലൂഫി ഗിയർ 4 എന്നുള്ള കാര്യം തന്നെ നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഗൈസ്. ഓരോ സാധനം വരുമ്പോഴും ഇതിനുള്ള ഹൈപ്പും ഇതിനുള്ള തിയറീസും വൺ പീസ് കണ്ടന്റ്സ് റിവ്യൂ ചെയ്യണമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാനല് ഒന്ന് സ്വയർ 7 മേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ BDA ലോ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത് എനിക്ക് ഇഷ്ടമാണ്. ടെക്കിങ്ങിനെ ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ. നാമിയുടെ വാള് പോയ ഫ്രാങ്കി അളിയൻ ആൻഡ് വൺ ആൻഡ് ഓൺലി ബോआ ഹാൻകോക്ക്. ഓക്കെ, എല്ലാവരും അൺബോക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെയൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിച്ചു തരട്ടെ. ഇത് നമ്മുടെ റോബിൻ ചാൻ. എന്തൊരു ലുക്ക് ഗൈസ്. റോബിൻസാൻ ഫ്രാങ്കി വേറെ ലെവല് കേട്ടാ. ബാറ്റിൽ ഫ്രാങ്കി 37 എന്നൊക്കെ എഴുതി ലുക്കില്. നാമി കണ്ട അണ്ടർ മറ്റേ ക്രോപ്പ് ടോപ്പാണ്. എന്തൊരു ടോപ്പാണ് അത്. എൻ്റെ ടോപ്പിന്റെ പേര് പോലും എനിക്ക്, പക്ഷെ അതൊക്കെ ഇട്ട് മിനി സ്കർട്ടൊക്കെ ഇട്ട് എൻ്റെ പൊന്നീ തുരഞ്ഞോയ ലുക്ക്. ഹാൻകോക്ക് ആണെങ്കിൽ പിന്നെ പറയണ്ട, ദേവതയായിട്ട് നിൽക്കുന്നു ഇവിടെ. പിന്നെ നമ്മുടെ സ്വന്തം സണീഗോ. ആ കപ്പലിന്റെ ഡീറ്റെയിലിംഗ് നോക്കണേ ശാസ്ത്രീയ. താങ്ക് യു സോ മച്ച് എടാ. അവൻ തന്ന 2 സാധനവും ഒരിടത്തും കണ്ടുപിടിക്കാൻ കിട്ടാത്ത റെയർ പീസുകളാണ് ഗൈസ്. എന്റെ വീട് പണി ഫിനിഷ് ആവുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ ആക്ഷൻ ഫിഗേഴ്സ് എല്ലാം അവിടെ എവിടെയെങ്കിലും വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കണം. നോക്കട്ടെ, വരട്ടെ, സമയമുണ്ടല്ലോ. എന്തായാലും മിനി ബാർ പോയ സ്ഥിതിക്ക് ഇനി ഒരു ആക്ഷൻ ഫിഗർ ഒരു ബുക്ക് ലൈബ്രറി എന്റെ മൈൻഡിലുണ്ട്. നമുക്ക് നോക്കാം. ബട്ട് ഇതായിരുന്നു ഗൈസ് എൻ്റെ അനിമെ ആക്ഷൻ ഫിഗർ അൺബോക്സിങ്. ഇത് ഫുൾ വൺ പീസ് തീംഡ് ആണ്. നിങ്ങൾ പറയൂ എന്തൊക്കെ തരത്തിലുള്ള അനിമെ റിലേറ്റഡ് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം. ഞാൻ അങ്ങനെ ഒരുപാട് അനിമ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും എങ്ങനെ പോയാലും ഒരു 30-40 അനിമെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ടോപ്പിൽ വരുന്ന ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇടാം. അത് നല്ലൊരു രസമുള്ള സാധനമായിരിക്കും. ടോപ്പ് 10 മൈ ഫേവറേറ്റ് അനിമെ, ടോപ്പ് 10 അണ്ടർ റേറ്റഡ് അനിമെ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്. ഇടണമെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ 40 എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ നമ്പറാണ് അനിമെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാങ്ക വെച്ച് നോക്കുകയാണെങ്കിൽ. കാരണം ഇങ്ങനെ കിടക്കല്ലേ സീരീസ്, എന്തോരം പുതിയത് വന്നുകൊണ്ടിരിക്കുന്നത്, പഴയതൊക്കെ ലെജൻഡറി ഒരെണ്ണമുണ്ട്. നിങ്ങൾ ആരെങ്കിലും യു ഹക്കൂഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം കണ്ടിട്ടുണ്ടോ? ഒരു അനിമ ഉണ്ട്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അനിമേസിൽ ഒന്നാണത്. അത് ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. പിന്നെ അറ്റാക്ക് ഓൺ ടൈറ്റനൊക്കെ ഉള്ള സാധനം. എന്തായാലും ഗൈസ് നിങ്ങൾ പറയൂ എങ്ങനത്തെ അനിമ റിലേറ്റഡ് കണ്ടന്റ്സ് ആണ് വേണ്ടതെന്ന്. പിന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഞാൻ ഷോർട്ടിൽ അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഈ ഇരിക്കുന്ന ക്യാരക്ടേഴ്സിൽ ആരെങ്കിലും ഒരാളായിരിക്കും. സർപ്രൈസ് ആണ്. ഇത് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആരായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഷോർട്ടായിട്ട് ഇടാൻ വേണ്ടി വെച്ചേക്കാണ്. പിന്നെ ഇനി നിങ്ങൾക്കുള്ള ഗീവ് അവേക്ക് വേണ്ടി ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്.
ഓക്കെ അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നോക്ക് ഇത് കംപ്ലീറ്റ് കീ ചെയിൻ ആണ് കേട്ടോ. സോറോയുടെ ജോളി റോജർ, സോറോ ഒരു പൈററ്റ് ക്യാപ്റ്റൻ ആണെങ്കിൽ സോറോയുടെ ജോളി റോജർ കീ ചെയിൻ ആണ് കേട്ടോ. ഇതെല്ലാം കീ ചെയിൻ ആണ്. സോറോ, ഫ്രാങ്കി, സാൻജി, ലോ ഉണ്ട്, ലൂഫി ഉണ്ട്, ബ്രുക്ക് ഉണ്ട്, സോറോയുടെ ഫിഗർ ഉണ്ട്. ഇത് ജോളി റോജർ ആണെങ്കിൽ ചോപ്പർ ഉണ്ട്, പിന്നെ ഊസോപ്പും ഉണ്ട് ഗൈസ്. സോറോ തീംഡ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. അപ്പൊ ഇതും ഉണ്ട്. 1 2 3 4 വാളുണ്ട്. ഇത് സോറോയുടെ സോഡ്സ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് സോറോ തീംഡ് ആണ് കേട്ടോ മൊത്തത്തില്. സോഡുണ്ട്. ഇതും കീ ചെയിൻ ആക്കാൻ പറ്റിയ സാധനമാണ്. അപ്പൊ ഈ ഒരു ബോക്സ് ഒരു 1 പീസ് ഫാനിന് കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങളുടെ ഫേവറേറ്റ് 1 പീസ് ക്യാരക്ടർ ആരാണ്? കംപ്ലീറ്റ് സീരീസ് എന്നുള്ള ഏത് ക്യാരക്ടറാണോ ആവാം. എന്തുകൊണ്ട് ആ ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ പിപി പുപ്പു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൾമോസ്റ്റ് 1 lakh അടിക്കാറായിരിക്കുകയാണ്. 1 lakh അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനിത്, എനിക്കൊന്ന് 3000 4000 6000 സബ്സ്ക്രൈബേഴ്സ് കണ്ടേ മതി. അടിച്ചു കഴിഞ്ഞാൽ ഉടൻ ഞാനിത് നിങ്ങളുടെ ഒരാൾക്ക് ഗിവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. കാരണം ഞാൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറുമായിട്ട് നിങ്ങൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് എന്നുള്ളൊരു കാര്യം ഇവിടെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറും ക്യാരക്ടറിന്റെ എന്തുകൊണ്ട് ക്യാരക്ടറിനെ ഇഷ്ടമെന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ദാറ്റ്സ് ഇറ്റ് ഫോർ നമ്മുടെ ആദ്യത്തെ അനിമെ കണ്ടന്റ് ഇൻ പിപി പുപ്പു ചാനൽ. സോ യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വരുന്നവരേക്കും സായോനാറാ.